നമസ്കാരം. നടൻ ജയസൂര്യയെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു എന്ന വാർത്ത നമ്മുടെ ചാനലുകളിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ സാധാരണക്കാർക്കൊന്നും തോന്നിയില്ല എന്നതാണ് വാസ്തവം. കാരണം ഇ ഇങ്ങനെ ഇടയ്ക്കിടെ നമ്മുടെ സിനിമാ താരങ്ങളെയും മറ്റ് പലരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ചോദ്യം ചെയ്യുന്നത് പതിവാണ്. ഇ ഇൻകം ടാക്സും ഒക്കെ സിനിമക്കാരെ ചോദ്യം ചെയ്യുന്നതും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതുമൊക്കെ അവർ കൃത്യമായി നികുതി അടയ്ക്കാത്തത് കൊണ്ടാണ് എന്നറിയാവുന്നത് കൊണ്ട് അതിനപ്പുറത്തേക്കൊരു പ്രാധാന്യം ആരും ഇതിന് കൊടുക്കാറില്ല. എന്നാൽ ഈ ജയസൂര്യയുമായി ബന്ധപ്പെട്ട കേസ് അങ്ങനെ സാധാരണ സിനിമാ താരങ്ങൾക്കിടയിൽ നടത്തുന്ന ഒരു റാൻഡം ചെക്കിങ്ങിൽ പെടുന്നതല്ല. നേരെ മറിച്ച് ഒരു നടന് ആർത്തി മൂത്താൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ തെളിവാണ്. ജയസൂര്യ മാത്രമല്ല, മലയാള സിനിമയിലെ പല ആളുകളുടെയും സ്ഥിതി ഇതാണ്. അവരുടെ താരമൂല്യം ജനങ്ങൾ നൽകിയിരിക്കുന്ന സമ്മാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് ഉത്തരവാദിത്തം കാണിക്കാതെ തോന്നിയതുപോലെ ആർത്തിയിലൂടെ പണം സമ്പാദിക്കാൻ നടത്തുന്ന ശ്രമം പലപ്പോഴും ഇത്തരം തിരിച്ചടികൾക്ക് കാരണമാകും. ഇത് വളരെ യാദൃച്ഛികമായി ജയസൂര്യയെ പ്രതിക്കൂട്ടിൽ എത്തിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ആരെയും പ്രതിക്കൂട്ടിൽ എത്തിക്കാതെ രക്ഷപ്പെട്ടു പോകുന്ന സിനിമാ താരങ്ങളുടെ പല തട്ടിപ്പുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ചുറ്റും തട്ടിപ്പുകാർ കണ്ണും കാതും തുറന്നിരിക്കുകയാണെന്നും അവർ എല്ലാ മനുഷ്യൻ്റെയും പോക്കറ്റടിക്കാൻ പദ്ധതിയിടുകയാണെന്നും തിരിച്ചറിഞ്ഞ് അതിനോട് ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്വം സെലിബ്രിറ്റികൾക്കുണ്ട്. അവരത് ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ജയസൂര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ജയസൂര്യയെ ചോദ്യം ചെയ്തതിനു ശേഷം ഇ വിട്ടയച്ചു. ജയസൂര്യ ഇതിൻ്റെ പേരിൽ ജയിലിലാകും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടന്ന വലിയൊരു തട്ടിപ്പും ആ തട്ടിപ്പിനെ ജയസൂര്യ നൽകിയ ഒരു പ്രൊമോഷനും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. വാസ്തവത്തിൽ ജയസൂര്യ മാത്രമല്ല, നടി മഞ്ജു വാര്യർ പോലും ഈ പ്രൊമോഷൻ്റെ ഭാഗമായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ മഞ്ജു വാര്യർ അടക്കമുള്ള സെലിബ്രിറ്റികളൊക്കെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തടിതപ്പി. ജയസൂര്യ ആവട്ടെ ഈ തട്ടിപ്പിനെ എൻഡോസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ ഈ തട്ടിപ്പിൻ്റെ മുഖ്യ ആസൂത്രകൻ്റെ റോൾ വഹിച്ചു. എന്ന് വെച്ചാൽ ജയസൂര്യ പറഞ്ഞതുകൊണ്ടാണ് സാധാരണക്കാരായ മനുഷ്യരിൽ പലരും ഇതിനു വേണ്ടി പണം നിക്ഷേപിച്ചത്. ജയസൂര്യ മാത്രമല്ല, ജയസൂര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചങ്കിടിക്കേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്, ബോച്ചയെന്ന ബോബി ചെമ്മണ്ണൂർ. സ്വാതിക് റഹീം എന്ന തൃശ്ശൂരുകാരനാണ് ഈ തട്ടിപ്പിന്റെ സൂത്രധാരത്വം വഹിച്ചത്. സ്വാതിക്കിന്റെ പിതാവിന് ചില പഴയ സിനിമാ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ സ്വാതിക്കിന് ആ ഗുണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് 2015 തൃശ്ശൂർ വടക്കാഞ്ചേരി പ്രദേശങ്ങളിൽ തട്ടിപ്പ് തുടങ്ങിയ മനുഷ്യനാണ് സ്വാതിക്. അക്കാലത്ത് ഇയാൾ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഈ സ്റ്റുഡിയോകളിൽ പോയി ക്യാമറകൾ കടം വാങ്ങി അത് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമറകൾ തട്ടിക്കൊണ്ടുപോയി വിറ്റു എന്നതിൻ്റെ പേരിൽ ഈ സ്വാതിക് റഹീമിൻ്റെ പേരിൽ കേസുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വാതിക് റഹീം സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുമായി രംഗത്തിറങ്ങുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഇങ്ങനൊരു ബിഡിംഗ് ആപ്പ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും വാങ്ങാം ഈ ആപ്പിലൂടെ. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് 1000 രൂപ കൊടുത്ത് നിങ്ങളൊരു ലാപ്ടോപ്പിനോ ഒരു ഐഫോണിനോ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ എത്ര പേർക്ക് വേണമെങ്കിലും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഒടുവിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കൊടുത്ത ആൾക്ക് അത് കിട്ടും. 1000 രൂപ കൊടുത്താൽ 50,000 രൂപയുടെ ലാപ്ടോപ്പ് കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. അതായത് eBay മോഡലിൽ ബിഡിംഗ് സംവിധാനം. സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന പേരിൽ ആമസോൺ മോഡലിൽ ഒരു ഡെലിവറി സ്ഥാപനവും സ്വാതിക് റഹീം തുടങ്ങി വെച്ചു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഇതുവഴി അയക്കാം, വാങ്ങാം. ഇതൊക്കെയായിരുന്നു പരിപാടി. ഈ തട്ടിപ്പ് കമ്പനികളുടെയൊക്കെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ പിരിച്ചു. കൂടാതെയാണ് ആളുകൾ നേരിട്ട് ഈ തട്ടിപ്പിൽ ഇരയായി പണം നഷ്ടപ്പെട്ടത്. ഈ തട്ടിപ്പുകളെല്ലാം തുടങ്ങുന്നതിന് വേണ്ടി വലിയൊരു ചടങ്ങ് നടത്തുകയും മഞ്ജു വാര്യരും ബോബി ചെമ്മണ്ണൂറും ജയസൂര്യയും അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ വിശ്വാസ്യത തുടരുന്നതിന് വേണ്ടി ജയസൂര്യയെ ബ്രാൻഡ് അംബാസഡറാക്കി. യാതൊരു വിധത്തിലുള്ള മെറിറ്റും പരിശോധിക്കാതെ സ്വാതിക് റഹീമിൻ്റെ തട്ടിപ്പിന് ജയസൂര്യ കുടപിടിച്ചു. ഏതാണ്ട് 2 കോടി രൂപ പ്രതിഫലം കൈപ്പറ്റി എന്നാണ് ആരോപണമുള്ളത്. ഇ ജയസൂര്യയോട് ചോദിക്കുന്നതും ഇതിന് എത്ര രൂപ പ്രതിഫലം കൈപ്പറ്റി, അതെങ്ങനെ കൈപ്പറ്റി എന്നതാണ്. അത് കള്ളപ്പണ ഇടപാട് വഴിയാണ് കൈപ്പറ്റിയതെങ്കിൽ, അതായത് ബാങ്കുകളിലൂടെ രേഖാമൂലമല്ല നൽകിയിരിക്കുന്നതെങ്കിൽ കൂടുതൽ ഗൗരവമേറിയ വിഷയമാണ്. സ്വാതിക് റഹീം ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന പേരിൽ ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തിയിരുന്നു. ഏതെല്ലാം തരത്തിൽ തട്ടിപ്പ് നടത്താവോ അത്തരത്തിലെല്ലാം തട്ടിപ്പ് നടത്തുകയും അതിൻ്റെയൊക്കെ മുമ്പിൽ മുഖമായി ജയസൂര്യയെ പിടിച്ചിരുത്തുകയും ചെയ്തു.
ജയസൂര്യ ഇതെല്ലാം ചെയ്തത് സ്വാത്തിക്കിനോട് പ്രതിഫലം വാങ്ങിയാണ്. മറ്റു പലരും സ്വാത്തിക്കിന്റെ പരിപാടികളിൽ പങ്കെടുത്ത് തടി കേടായവരാണെങ്കിൽ ജയസൂര്യ പ്രതിഫലം കൈപ്പറ്റി ഈ തട്ടിപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ വേഷം കെട്ടി. വാസ്തവത്തിൽ ഇത് തട്ടിപ്പാണെന്നും ജനങ്ങളുടെ പണം പിരിക്കാൻ വേണ്ടി തട്ടിപ്പ് പാരമ്പര്യമുള്ള സ്വാത്തിക്ക് രംഗത്തിറങ്ങിയിരിക്കുന്നതാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വാർത്ത ആദ്യം കൊടുക്കുന്ന മറുനാടനാണ്. ഈ തട്ടിപ്പിനിരയായ മനുഷ്യരുടെ അഭിമുഖമടക്കം മറുനാടൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു. മുമ്പ് മറുനാടൻ കൊടുത്ത റിപ്പോർട്ടിൽ ഇരകൾ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ അറിവിൽ മാത്രം ഏകദേശം 6 കോടി രൂപയോളം ഇദ്ദേഹം പല വ്യക്തികളിൽ നിന്നായിട്ട് 1 ലക്ഷം മുതൽ 60 ലക്ഷം 1 കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. നഷ്ടപ്പെട്ടവരിൽ പലരും ഇത് ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരാൻ അവർ ഭയപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുമല്ലോ ഇരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. കൂടുതൽ പേരും ഭയപ്പെട്ടാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളെടുത്ത് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കുമുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും 1 രൂപ തിരിച്ചു തരുന്നുണ്ടെങ്കിൽ അത് പുതിയ ഇരകളെ പറ്റിച്ചുകൊണ്ടും അവരുടെ കിടപ്പാടം വരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന പൈസ പറ്റിച്ചിട്ടുള്ള ഒരു വിഹിതമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും 1 രൂപ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവുക. പലരുടെയും സ്ഥിതി വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. പക്ഷെ അവരാരും പുറത്തേക്ക് വരാൻ മടിക്കുന്നു ഭയപ്പെട്ടിട്ടാവാം, അല്ല നാണക്കേട് കൊണ്ടാവാം. പക്ഷെ നമ്മളെ ഒരാൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്നതിന് നിങ്ങൾ സധൈര്യം നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥ ഉണ്ട്. ആ നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരിക. അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത് ആരാണെങ്കിലും ശരി, അദ്ദേഹത്തിന് ഉന്നതമായ ബന്ധങ്ങൾ പലതും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. രാഷ്ട്രീയപരമായിട്ടും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണെങ്കിലും ബിസിനസ് പരമായിട്ടും അദ്ദേഹം ഉന്നത സ്ഥാനങ്ങളുമായിട്ട് ഇരിക്കുന്നവരായിട്ട് ബന്ധം ഉണ്ടാവും. പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ ആരെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് കൊണ്ടുവരാം. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്? കാരണം വലിയൊരു എമൗണ്ടുകളാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. 10-20 കോടി രൂപയോളം ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഫണ്ടെല്ലാം എന്തിനു വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്? ഈ ഒരു ബിഡ്ഡിംഗ് ആപ്പിൻ്റെ പുറകിൽ അദ്ദേഹം എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ള വളരെ അത്യാവശ്യമാണ്. അതിന് ഇവിടുത്തെ മീഡിയകളാണെങ്കിലും ശരി, ഞങ്ങൾ പല മീഡിയകളായിട്ട് അന്വേഷിക്കുമ്പോഴും ഈ മീഡിയ പുറത്തു വരാത്ത വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മീഡിയ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വിടാത്തതെന്നുള്ളതും വളരെ ദൗർഭാഗ്യകരമായൊരു വിഷയമാണ്. എന്തായാലും 2023 പരാതി പെരുകിയതോടെ സ്വാത്തിക് റഹീം അറസ്റ്റിലായി. ഇതിൻ്റെ പേരിൽ നടന്നത് മുഴുവൻ തട്ടിപ്പാണെന്ന് ബോധ്യമായി. ഈ അന്വേഷണത്തിന് ചുവട് പിടിച്ചാണ് ED കള്ളപ്പണ ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായാണ് എങ്ങനെയാണ് ഈ സ്വാത്തിക് റഹീമിൻ്റെ തട്ടിപ്പുമായി ജയസൂര്യയ്ക്ക് സാമ്പത്തിക ഇടപാട് നടന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ED ചോദിച്ചറിഞ്ഞത്. വിശദമായ അന്വേഷണം തുടരുകയാണ്. ഈ സ്വാത്തിക് റഹീമിൻ്റെ ഗോഡ് ഫാദർ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞെന്ന് വരില്ല. വാസ്തവത്തിൽ ബോച്ചയെ കണ്ടാണ് സ്വാത്തിക് റഹീം ഇത് ചെയ്തത്. ഏതാണ്ട് 4 വർഷത്തോളം ബോച്ചയോടൊപ്പം ഉണ്ടായിരുന്നു. 1000-1 എന്നൊരു പദ്ധതി ബോച്ചയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തു. 10,000 രൂപ വീതം മെമ്പർഷിപ്പ് എടുക്കേണ്ട പദ്ധതിയായിരുന്നു ബോച്ചയ്ക്ക് വേണ്ടി സ്വാത്തിക് റഹീം ഡിസൈൻ ചെയ്തത്. അതിൽ നിന്നാണ് ബോച്ചെ ലോട്ടറി, ബോച്ചെ ടീം ഒക്കെ പിന്നീട് രൂപം കൊള്ളുന്നത്. ആ തട്ടിപ്പുകളെല്ലാം പിന്നീട് പാതി വഴിയിൽ നിലച്ചു പോവുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂറിന്റെ തണലിലും ആശീർവാദത്തിലുമാണ് വാസ്തവത്തിൽ സ്വാത്തിക് റഹീം വളർന്നു പന്തലിച്ചത്. ഒരു ചലച്ചിത്ര നടിയുടെ പരാതിയെ തുടർന്ന് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ മാത്രമല്ല വഴി തടയാൻ പോലും മുമ്പിൽ നിന്നത് ഈ സ്വാത്തിക് റഹീമായിരുന്നു. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന്റെ ആശീർവാദം കൂടി ഈ സ്വാത്തിക് റഹീമിനുണ്ടായിരുന്നെന്ന് ഓർക്കണം. ബോച്ചയുടെ ബിസിനസ്സുകളും ഇതിന്റെ മറ്റു വഴികൾ തന്നെയാണ്. ബോച്ച പക്ഷെ അതിൻ്റെ എല്ലാം ബ്രാൻഡ് അംബാസഡറായി മുമ്പിൽ നിന്ന് ഇടതടവില്ലാതെ പണപ്പിരിവ് നടത്തുന്നത് കൊണ്ട്, മുടങ്ങാതെ പണം പിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നത് മാത്രം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ബിസിനസ്സിന്റെ നൈതികതയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഒരുത്തൻ ഒരു തട്ടിപ്പുമായി രംഗത്ത് വന്നാൽ അത് ബിസിനസ്സാണ് എന്ന് അവൻ പറഞ്ഞാൽ അത് ബിസിനസ്സാണെന്ന് വിശ്വസിച്ച് പരസ്യം കൊടുക്കുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഇത് ജനങ്ങളുടെ പണം നഷ്ടപ്പെടാൻ ഇടയുള്ള ഒരു തട്ടിപ്പാണോ എന്ന് ഇവരാരും അന്വേഷിക്കാറില്ല. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇപ്പോൾ പരസ്യം കൊടുക്കുന്നത് ഇതിൻ്റെ മറ്റൊരു മുഖമാണ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തുന്ന മിക്ക വമ്പന്മാരും ഇപ്പോൾ NBFCകൾ രജിസ്റ്റർ ചെയ്ത് അവയുടെ പരസ്യം കേരളത്തിലെ മിക്ക ചാനലുകളിലും കൊടുക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകളാണ് വാസ്തവത്തിൽ ജനങ്ങളുടെ പണം നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. ഇത്തരത്തിൽ തട്ടിപ്പുമായി ആര് രംഗത്ത് വന്നാലും അതിൻ്റെ പരസ്യം കൊടുക്കാൻ പത്രങ്ങളും ചാനലുകളും തയ്യാറാവുന്നു. ഒപ്പം അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആവാൻ സിനിമാ താരങ്ങളും തയ്യാറാകുന്നു.
അങ്ങനെ മാധ്യമങ്ങളെയും താരങ്ങളെയും വിശ്വസിച്ച് ജനങ്ങൾ പണം നിക്ഷേപിക്കുന്നു. പക്ഷെ മറുനാടൻ ഇതിലൊക്കെ കൃത്യമായ പോളിസികളുണ്ട്. റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ പരസ്യം സ്വീകരിക്കണമെങ്കിൽ പോലും കൃത്യമായ പരിശോധനകളും ഗ്യാരണ്ടിയും വേണം. അനേകം റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ മറുനാടനെ തേടിയെത്തിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ അവരുടെ പരസ്യം സ്വീകരിക്കാറുള്ളൂ. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, മുഖം മിനുക്കാൻ നടത്തുന്ന NBFCകൾ, ഇവരുടെയൊക്കെ പരസ്യം ഞങ്ങൾ തിരസ്കരിക്കാറുണ്ട്. എന്നാൽ പരസ്യം കൊടുത്താൽ, പ്രൊമോഷൻ കൊടുത്താൽ ഏത് തട്ടിപ്പും നടത്താവുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ആ തട്ടിപ്പിനും വെട്ടിപ്പിനും കുടപിടിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും നിർഭാഗ്യവശാൽ നമ്മുടെ സിനിമാ താരങ്ങളാണ്. ഇത്തരം സിനിമാ താരങ്ങളുടെ ആർത്തിയിൽ കുടുങ്ങിപ്പോയതാണ് ജയസൂര്യ. ജയസൂര്യയെ ഈട് വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചങ്കിടിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് തന്നെ. ബോച്ചയുടെ അനേകം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പുലിവാലിൽ കൂടി ചെന്നുപെട്ടിരിക്കുന്നത്. എന്തായാലും ഉത്തരവാദിത്വത്തോടെ ജനങ്ങളോട് പെരുമാറേണ്ട ഉത്തരവാദിത്വം സെലിബ്രിറ്റികൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ നാട് ഇത്തരം തട്ടിപ്പുകാരുടെ വിളനിലമായി മാറും.